ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു R4I. ലോകത്താകമാനമുള്ള സ്റ്റോക്ക് മാർക്കറ്റിലും ട്രേഡ് കമ്മ്യൂണിറ്റികളിലും ആശയക്കുഴപ്പങ്ങളുടെ ഒരു പെരുമയ സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ട്രംപ് പകരച്ചുങ്കത്തിന് 90 ദിവസത്തെ സമയം അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ അഡീഷണൽ താരിഫ് കാരണം പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന പല രാജ്യങ്ങളും ഇതൊരു താൽക്കാലിക ആശ്വാസമായിട്ടാണ് കാണുന്നത്. 90 ദിവസത്തിനുള്ളിൽ കൂടുതൽ നെഗോഷിയേഷൻ നടത്തി ഒരു സെറ്റിൽമെന്റിലെത്താൻ ഒരുപക്ഷെ ഇത് സഹായിച്ചേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ പ്രസ്താവന വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്ത വന്നതോടുകൂടി US സ്റ്റോക്ക് മാർക്കറ്റിലെ പല ഇൻഡെക്സുകളും കൂടാതെ യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഇൻഡെക്സുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു തിരിച്ചുവരവ് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജിൻ്റെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലെ ക്ലോസിംഗ് 7.87% അപ്പായിട്ടാണ്. അതുപോലെ S&P 500 9.52% അപ്പായാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് കോമ്പോസിറ്റ് 12.16% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഒരു ഇൻഡെക്സിൽ ഇത്ര വലിയൊരു ജമ്പ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അത്തരത്തിലൊരു വമ്പിച്ച റാലിയാണ് അവിടെ നടന്നത്. എന്നാൽ ഈ 90 ദിവസത്തെ സാവകാശം എല്ലാ രാജ്യങ്ങൾക്കും അനുവദിച്ചപ്പോൾ ചൈനയെ ഒഴിവാക്കി എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ 104 എന്ന ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയ താരിഫ് 125 എന്ന ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ റെസിപ്രോക്കൽ താരിഫ് കുറച്ചും കൂടി അഗ്രസീവായിട്ട് ചൈനയുടെ മേൽ ഏർപ്പെടുത്താനാണ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ റെസിപ്രോക്കൽ താരിഫിനെതിരെ ഒരു റിറ്റാലിയേഷൻ നടത്താതെ അതിനോട് വലിയതൊരു പ്രതികരിക്കാതെ ട്രംപുമായിട്ട് ഒരു സമവായത്തിലെത്താനുള്ള സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എടുത്തത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സിറ്റിംഗ് തന്നെ നിയന്ത്രണ വിധേയമായിട്ട് അമേരിക്കക്കെതിരെ ഒരു താരിഫാണ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് 6 മാസ കാലയളവിനുള്ളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന രീതിയിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അത് വോട്ടിനിട്ട് തീരുമാനമെടുത്തത്. എന്നാൽ ആ വോട്ടിങ്ങിൽ ഹംഗറി മാത്രം അതിനെ എതിർത്ത് വോട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അമേരിക്കൻ താരിഫിനെതിരെ ഏറ്റവും അഗ്രസീവായിട്ട് പെരുമാറിയത് ചൈനയാണ്. ട്രംപ് ഓരോ സമയത്തും താരിഫ് ഉയർത്തുമ്പോഴും അതേ നാണയത്തിൽ താരിഫ് ഏർപ്പെടുത്തി തിരിച്ചടിക്കുന്ന ഒരു നയം സ്വീകരിച്ചത് ചൈനയാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്കെതിരെ തീർച്ചയായിട്ടും ഒരു പ്രതികാരത്തിലധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ചൈന ആരോപിക്കുന്നത് പോലെ ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ബുള്ളിയിങ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അമേരിക്ക നടത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കാരണം ചൈനയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ട്രേഡ് വാറിൽ വിജയം വരിക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 90 ദിവസത്തെ റിലാക്സേഷൻ കൊടുക്കാതെ 125% എന്നുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു താരിഫുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റു രാജ്യങ്ങൾക്കെതിരെയൊക്കെയുള്ള മൊത്തത്തിലുള്ള ഈ താരിഫ് കുറക്കാൻ എന്തായിരിക്കും ട്രംപിനെ പ്രേരിപ്പിച്ചത്? അപ്പോൾ ഇങ്ങനെയൊരു പോസ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു യൂട്ടേൺ രംഗത്ത് എടുക്കാനുള്ള ആ ഒരു കാരണം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട മീഡിയ ഏജൻസിയായ CNN റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഇതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് ഗവൺമെൻറ് ബോണ്ട് മാർക്കറ്റിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായിട്ട് ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ ബോണ്ട് ഈൽഡ് വർദ്ധിക്കുകയാണ് എന്നുള്ള US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടാണ് തൽക്കാലം ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ US ബോണ്ട് മാർക്കറ്റിൽ സംഭവിച്ചത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബോണ്ട് മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കാലാകാലങ്ങളിൽ ബോണ്ടുകൾ ഇറക്കാറുണ്ട്. അത് അമേരിക്ക മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് പണം കണ്ടെത്തുന്നത്. അപ്പോൾ ഇതെല്ലാ രാജ്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബോണ്ട് വാങ്ങാൻ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടാവും. കൂടാതെ ആ ബോണ്ടിന് ഒരു പലിശയും നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ പലിശ ഫിക്സഡ് ആയിരിക്കും. കൂടാതെ ഇതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. അത് 5 വർഷമാകാം, 10 വർഷമാകാം. അപ്പോൾ അങ്ങനെ ഒരു കാലാവധി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ ബോണ്ട് അതിനു മുമ്പേ പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് എന്തെങ്കിലും പണം ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ലാഭത്തിലോ അല്ലെങ്കിൽ നഷ്ടത്തിലോ ഓപ്പൺ മാർക്കറ്റിൽ നമുക്കത് വിൽക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ബോണ്ടുകൾക്ക് ഒരു പലിശ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ബോണ്ടിൻ്റെ വാർഷിക പലിശ 8% കരുതുക. മാർക്കറ്റിൽ നിലവിലുള്ള FDക്ക് കിട്ടുന്ന പലിശ 7% കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികം പണം തന്ന് നിങ്ങളുടെ ബോണ്ട് വാങ്ങാൻ ആളുകളുണ്ടാവും. കാരണം അവിടെ 8% പലിശ കിട്ടുന്നുണ്ട്. എന്നാൽ FD ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിച്ചത് 9% എന്ന് കരുതുക. അങ്ങനെ ആകുമ്പോൾ വെറും 8% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഈ ബോണ്ട് വാങ്ങാൻ ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ബോണ്ട് നഷ്ടത്തിൽ വിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ബോണ്ടും ബോണ്ടിൻ്റെ ഈൽഡും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു ക്രെഡിറ്റ് റിസ്ക് ഇതിനുണ്ട് എന്നും കൂടി നമ്മൾ ബോണ്ടിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അമേരിക്ക ഒരു വികസിത രാജ്യമാണെങ്കിലും അവർ ഇത്തരത്തിലുള്ള വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നത് സ്വാഭാവികമായിട്ടും ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അമേരിക്കൻ ബോണ്ടിന് വമ്പിച്ച ഡിമാൻഡാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമേരിക്ക ലോകത്തിലെ ഏറ്റവും
ലാർജസ്റ്റ് എക്കോണമിയാണ്. കൂടാതെ അവിടെ നമ്മുടെ ബോണ്ട് കൃത്യമായി സേഫ് ആയിരിക്കും, നമ്മുടെ പണം സേഫ് ആണെന്ന് എല്ലാവരും ചിന്തിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രഷറി ബോണ്ടുകൾ വാങ്ങാൻ ആളുകളുണ്ടാവും. അപ്പോൾ അത് വ്യക്തികളാവാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആവാം. അത് കൂടാതെ അമേരിക്കൻ ട്രഷറി ബോണ്ട് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് മറ്റ് രാജ്യങ്ങളിലുള്ള ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ഡാറ്റ പരിശോധിച്ചാൽ ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ അമേരിക്കൻ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത് ജാപ്പാനാണ്. ഏകദേശം $1.1 ട്രില്യൺ കടമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ ജപ്പാനോടുള്ളത്. ഇതിൽ രണ്ടാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ചൈനയാണ്. ഇപ്പോൾ $768 ബില്യൺ ഒരു കടം അമേരിക്കയ്ക്ക് ചൈനയോടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. മൂന്നാം സ്ഥാനത്ത് യുണൈറ്റഡ് കിങ്ഡമാണ്. ഏകദേശം ചൈനയുടെ അതേ കടം തന്നെ അവിടെ കാണാൻ പറ്റും. ഈ ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അമേരിക്കൻ ബോണ്ടുകൾ വ്യാപകമായിട്ട് ആരോ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നതായിട്ട് അതിൻ്റെ ബോണ്ട് ഈൽഡ് വർദ്ധിച്ചപ്പോൾ ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വ്യാപകമായിട്ട് ആരെങ്കിലും ഒരു ബോണ്ട് സെല്ല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സപ്ലൈ കൂടുമ്പോൾ ബോണ്ടിൻ്റെ വില കുറയും. അപ്പോൾ ചെറിയ പൈസയ്ക്ക് ബോണ്ടുകൾ വാങ്ങാൻ കിട്ടും. പക്ഷെ അവിടെ അതിൻ്റെ ഈൽഡ് ഉയരുകയാണ് ചെയ്തത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ 10 ഇയർ ബോണ്ടിൻ്റെ ഒരു വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റുള്ള ഒരു ട്രഷറി ബോണ്ടായിരിക്കും. നിലവിൽ മാർക്കറ്റിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഡിമാൻഡ് കൂടുമ്പോൾ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉയരും, FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അമേരിക്ക ഇനിയൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു കടം എടുക്കണമെന്ന് വിചാരിച്ചാൽ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ബോണ്ട് ഈൽഡ് കാണുന്നത് 4.5 എന്ന നിലവാരത്തിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉയർന്നു വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസൻറ്റ് അദ്ദേഹം പേഴ്സണലായിട്ട് ട്രംപിൻ്റെ അടുത്ത് വന്ന് ഈ ഒരു വിഷയം വിശദീകരിക്കുകയും ഈ ഒരു റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഈ നീക്കം തൽക്കാലം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇത് കൂടാതെ തന്നെ അതിന് മുമ്പത്തെ ദിവസങ്ങളിൽ വൈറ്റ് ഹൗസ് എക്കണോമിക് ഒഫീഷ്യൽസ് ഈ ഒരു അവസ്ഥയ്ക്ക് വാൺ ചെയ്തിരുന്നു. കാരണം US ട്രഷറി ബോണ്ട്സ് എന്ന് പറയുന്നത് ലോകത്ത് അത്രമാത്രം ട്രസ്റ്റുള്ള ഒരു ബോണ്ടാണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ഇടിയുക എന്ന് പറയുമ്പോൾ അമേരിക്കൻ എക്കണോമിക്ക് തന്നെ അത് സാരമായി ബാധിക്കും എന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ബോണ്ടിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ റെസിപ്രോക്കൽ താരിഫ് നിർത്തിവെക്കണമെന്നാണ് ഇവരൊക്കെ ട്രംപിനോട് ആവശ്യപ്പെട്ടുള്ളത്. ഇത് കൂടാതെ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള വമ്പിച്ച പ്രഷറും വന്നു. അതുകൂടാതെ റിസർച്ച് ഫേമുകളും ഒരു റിസഷനെ കുറിച്ച് വാൺ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ശക്തമായി വന്നപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡിലേ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവിടെ ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യപ്പെടും. അപ്പോൾ ബോണ്ടിനോടുള്ള താല്പര്യം ആളുകൾക്ക് കുറയും. അപ്പോൾ അവിടെ എക്കണോമി ആ ബോണ്ടിൻ്റെ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അത് സഹായിച്ചേക്കും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഷീ ജിൻപിങ് എന്ന് പറയുന്ന ചൈനീസ് പ്രസിഡന്റ് അദ്ദേഹം ഒരു സ്മാർട്ടസ്റ്റ് മാൻ ആണ് എന്ന് അദ്ദേഹം വിളിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഷീ ജിൻപിങ്ങുമായിട്ട് ഒരു ഫോൺ കോള് ഏത് സമയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു നെഗോഷിയേഷൻ സാധ്യത ട്രംപ് തുറന്നിടുന്നുണ്ട്. പക്ഷെ അത് ചൈന ഇനീഷ്യേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ട്രംപ് അതിന് തയ്യാറാവുകയുള്ളൂ. അപ്പോൾ US കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ഈ ഒരു വിഷയത്തിന് പോസിറ്റീവായിട്ട് കാണുന്നത് ഏത് സമയം അത്തരത്തിലുള്ള ഒരു ട്രേഡ് ടോക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ എക്കണോമിയിൽ. കാരണം ചൈനയുടെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വളരെയധികം ഡ്രോപ്പ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളിൽ അവരുടെ ഫാക്ടറി പ്രൈസും താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുമ്പോൾ ആ സ്റ്റോക്കുകൾ പൈലപ്പ് ആകുകയും അത് മറ്റ് രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് ചെറിയ വിലക്ക് ഡംപ് ചെയ്യേണ്ട ആവശ്യം അവർക്ക് വരും. അങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഫാക്ടറികളുടെ പ്രവർത്തനം നിലക്കാനും അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ഉയരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ചൈന ഓൾറെഡി WTA അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അമേരിക്കയുടെ ഈ ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെതിരെ അവർ പരാതി കൊടുത്തിരിക്കുകയാണ്. കൂടാതെ മറ്റു പല രാജ്യങ്ങളുമായിട്ടും ചൈന നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമവും ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള ഇപ്പം ബോണ്ട് സെല്ല് ചെയ്തതിലൂടെ അമേരിക്കയെ ഈ രീതിയിൽ റിറ്റാലിയേറ്റ് ചെയ്യുക, വേറെ പല പ്ലാനുകളും തീർച്ചയായിട്ടും അവരുടെ അജണ്ടയിൽ ഉണ്ടാകാം. ഇപ്പോൾ അമേരിക്കയിലെ ഡിഫൻസ് സെഗ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന പല ക്രിട്ടിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ക്രിട്ടിക്കലായിട്ടുള്ള മിനറൽസും ഒക്കെ ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർ ബാൻ ചെയ്തേക്കാം. ഏകദേശം 11ഓളം US ഫേമുകളെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കവും ചൈന മുമ്പേ നടത്തിയിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഫിലിംസ് അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ IP റൈറ്റുകളൊക്കെ തടഞ്ഞുകൊണ്ടുള്ള സാങ്ഷൻസ് അമേരിക്കക്കെതിരെ കൊണ്ടുവരാനും ചൈന ശ്രമിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫ് ടൈമാണ് അവരുടെ മുമ്പിലുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണെന്ന് ഓൾറെഡി
ബ്രോക്കറേജ് ഫേമുകളും മറ്റ് റിസർച്ച് ഓർഗനൈസേഷൻസൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു. ഇപ്പോൾ JP Morgan തന്നെ ഇപ്പോൾ ഒരു 90 ദിവസത്തെ റിലാക്സേഷൻ ഉണ്ടെങ്കിലും 60% റിസഷൻ്റെ സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് JP Morgan ഇപ്പോൾ പറയുന്നത്. അതുപോലെ ഗോൾഡ്മാൻ സാക്സും പറയുന്നത് 45% റിസഷൻ സാധ്യത അവരിപ്പോഴും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ മറ്റൊരു ആരോപണം, ഗുരുതരമായ ആരോപണം ട്രംപിനെതിരെ അമേരിക്കയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓപ്പോസിഷൻ പാർട്ടി, അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. ട്രംപ് ശ്രമിക്കുന്നത് ഒരുതരം പമ്പ് ആൻഡ് ഡംപ് സ്കീമാണെന്നാണ് അവർ പറയുന്നത്. കാരണം അവർ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ന്യൂസുകൾ പടച്ചുവിട്ടുകൊണ്ട് ലാഭം കൊയ്യുക എന്ന പരിപാടിയാണ് അമേരിക്കയിൽ നടക്കുന്നത് എന്നാണ് അവിടുത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഡൗ ജോൺസിൽ ഇതേപോലെ 90 ദിവസത്തെ ഡിലേ ഉണ്ടാവും എന്നുള്ള ഒരു വാർത്ത പുറത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്തിരുന്നു. പിന്നീട് വൈറ്റ് ഹൗസ് അത് നിഷേധിക്കുകയും അങ്ങനെ മാർക്കറ്റ് താഴോട്ട് വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങാനുള്ള നല്ല സമയമാണ് എന്ന് ട്രംപ് മുൻകൂട്ടി പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതും ഇത്തരത്തിലുള്ള പമ്പൻ ഡമ്പിലേക്ക് സൂചന നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പല വിധത്തിലുള്ള ആരോപണങ്ങളും ട്രംപിനെതിരെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് വരെ അവരുടെ പാർലമെൻറ്റിൽ ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിലവിലുള്ള ഈ ഒരു അവസ്ഥ, അതിൻ്റെ അൺസർട്ടനിറ്റി അവസാനിച്ചു എന്ന് നമുക്ക് ഒരിക്കലും കരുതാനാവില്ല. അപ്പോൾ 11-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,200 എന്നുള്ള ഒരു ലെവലിലാണ്. പക്ഷേ ഓവർനൈറ്റിൽ നമ്മളെ ട്രംപുരാൻ അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം മാർക്കറ്റ് ഇനി മുകളിലോട്ടോ താഴോട്ടോ പോകേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് മാർക്കറ്റ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോഷ്യസായി നിൽക്കുക എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിരിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.